അനിൽജി, നമ്മുടെ ഇതില് ഈ ഒരു നമ്മുടെ പ്രോഗ്രാമിലേക്ക് മൗനത്തിൽ ഇസ്ലാം സഭയുടെ ആരെയും വിളിച്ചിട്ടില്ലേ? അത് അവര് വരാതെ അല്ല അല്ല അവരെ വിളിച്ചിരുന്നു. അവരെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. കാരണം ഈ വിഷയവുമായിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത് അവർക്കാണല്ലോ. മറ്റുള്ളവരെ വിളിച്ചിട്ട് കാര്യമില്ല. അവരെ വിളിച്ചിരുന്നു. അവരുടെ ഭാരവാഹികൾ ഒക്കെ എന്തോ തിരക്കിലാണെന്നാണ് പറഞ്ഞത്. എന്താണ് തിരക്കെന്നറിയില്ല. ഇനിയിപ്പോൾ രാത്രി എങ്ങനെ പള്ളി പണിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൂടിയാലോചിക്കാൻ വേണ്ടിയാണോ? കാരണം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് ബാക്കി ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിച്ച് പോകാനായിരിക്കും ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് ഞാൻ ഇപ്പോഴാണ് സജയം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായും അവിടെ രാത്രി, പകൽ സമയങ്ങളിൽ അവിടെ ഒരു വർക്ക് നടക്കുന്നില്ല. രാത്രി സമയങ്ങളിലാണ് അവിടെ വർക്ക് നടക്കുന്നത്. പകൽ ഇവർ പറയുന്നത് പെർമിഷൻ ഉണ്ട് എന്നുള്ളതും. അല്ല, എന്തായാലും സത്യസരണിയിൽ റെയ്ഡിനെത്തിയവ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല സത്യസരണി അത് പൂർണ്ണമായും അടച്ചു പൂട്ടിയല്ലോ. അതിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ അത് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥ ഈ പൊന്നാനിയിലുള്ള മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി, കാരണം തികച്ചും ദുരൂഹമായ ചുറ്റുപാടിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്. മാത്രമല്ല പുറം ലോകമറിയാത്ത പലതും അവിടെ മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരന്വേഷണം അടിയന്തരമായി നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഭരത് ഭൂഷൺ, ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹർജി എത്രയും പെട്ടെന്ന് കൊടുത്തു എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. അതിൽ എന്തായി അതിൻ്റെ പുരോഗതി എന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി മറ്റു വിവരങ്ങൾ നമ്മൾ അവിടുന്ന് ചുറ്റുവട്ടത്തുള്ള പല ആളുകളോടും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് സ്വീകരിച്ച് നമ്മൾ കോടതി മുഖാന്തരം നമ്മളിത് മൂവ് ചെയ്യാനുണ്ട്. ഇത്രയും കാലം നമ്മുടെ സജ്ജൻജി മാത്രമാണ് എന്നുള്ളൊരു തീരുമാനം ഒറ്റയാൾ പോരാട്ടമായിരുന്നു അത്. അതെ, ഇനി അങ്ങോട്ട് മുന്നോട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് സജയനെ. സജ്ജൻജിക്ക് അറിയാം. സജ്ജൻജിയുടെ ഒപ്പം ഞാനൊരു 1.5 വർഷത്തോളമായി ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടുന്നുണ്ട്. അതിനോടൊപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ട് നമുക്ക് ഇതിൽ കക്ഷി ചേരാൻ നമ്മുടെ ഒപ്പം നാഷണൽ ഹിന്ദു ലീഗ് എന്നൊരു പ്രസ്ഥാനം കൂടി നമ്മൾ ഒപ്പം ഇതിന്റെ ഒപ്പം വന്നിട്ടുണ്ട്. NHL, നാഷണൽ ഹിന്ദു ലീഗ് എന്നൊരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിന്റെ മുന്നേ തന്നെ നമ്മള് സജ്ജൻജിന്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹിന്ദു ഹൈന്ദവ സംഘടനകൾ എല്ലാവരും ഇതിനോടൊപ്പം നിന്ന് ഈ ഒരു പള്ളി പണിത സ്ഥലത്ത് ഒരു പ്രക്ഷോഭമില്ലാത്ത രീതിയിൽ അവിടെ നമ്മുടെ ഒരു മഹാക്ഷേത്രം ഉയർത്തണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു ഇതിലെ ഹൈന്ദവ വിശ്വാസികളോടും ഇവരോടും പറയാനുള്ളത്.